ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് നല്ല തേങ്ങ അരച്ചിട്ട് നല്ലൊരു ഇഡ്ഡലി കറി അങ്ങനെ ആക്കണേണൊക്കെ നല്ല ടേസ്റ്റോട് വേഗം ആക്കിയെടുക്കും പോലത്തെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറി ആറ്റിക്കറ്. ഇത് ഞങ്ങൾ പൊടിച്ചോറ് പിന്നെ നാസ്തത്ത് പത്രക് പോലക് പൂപ്പോലക് എല്ലാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറി ആറ്റിക്കറ്. അപ്പോൾ ഞങ്ങൾ ഇതങ്ങനെ ആക്കണേണൊക്കെ അപ്പോൾ ഇത് സ്റ്റവ് ഓൺ ആക്കിയിട്ട് ഒരു ഇട വെച്ച് കൊടുത്തേ. അതിക്ക് ഞങ്ങൾക്ക് എല്ലാം ഓയിൽ ബെത്തി കൊടുക്കണം. ഓയിൽ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് ഒരു അര ടീസ്പൂണ് മെത്തിട്ട് കൊടുത്തേ. ആ മെത്ത് ഒന്ന് ചൂടായിട്ട് പറ്റും, ഒന്ന് പൊട്ടിയിട്ട് വേണ്ടല്ലേ. അപ്പം ഞങ്ങൾ ഇതിക്ക് ഇഞ്ചി വെല്ലുള്ളി രണ്ടും കൂടി നാനുണ്ടെ കുത്തിയെടുത്തത് 1-1.5 ടേബിൾ സ്പൂൺ അത്രയ്ക്കും ഇതിൽ അതും ഇട്ട് കൊടുത്തേ. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഓയിൽ ഞങ്ങൾ ഇപ്പോൾ ഇത് കോക്കനട്ട് ഓയിൽ ഉണ്ടെങ്കിൽ അതിലേ ആക്കറോ. തേങ്ങനെല്ലാം ഇങ്ങനത്തെ കറിയെല്ലാം ഞങ്ങൾ തേങ്ങനെല്ലാം ആക്കണമെങ്കിൽ നല്ല ടേസ്റ്റോട്, അതല്ലെങ്കിൽ വേറെ ഓയിലും ആവും. അത് ഇല്ലാണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ആവും. അപ്പോൾ ഇതൊന്ന് കായിട്ട് ഈ ഇഞ്ചിയും വെല്ലുള്ളി ഒന്ന് കാഞ്ഞിട്ട് വരുമ്പോൾ ജസ്റ്റ് തെല്ല ചുമ കാഞ്ഞിട്ടില്ല, ഒന്ന് കാഞ്ഞിട്ട് വരുമ്പോൾ ഇതിക്ക് വേണമായി പച്ചമുളകും വേവിച്ച് പോയിട്ടിട്ട് ഒപ്പസ് ഒന്നും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ പച്ചമുളക് ഇതിക്ക് മുളക് പൊടി ചുമ ഇടില്ല. അപ്പോൾ പച്ചമുളക് കാരത്തിന് നിങ്ങൾ വേണേ എത്ര ഞാനിപ്പോൾ ഒരു 4-5 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് നല്ല കാറുണ്ട്. ഇത് ചുമ മുളക് പൊടി ഇടില്ല. അപ്പോൾ അതിക്ക് വേണമായിട്ട് കാരത്തേക്ക് പച്ചമുളക് ഇട്ടെങ്കിൽ അപ്പോൾ വേണേ എത്ര ഇടറോ. അതിൽ പിന്നെ അതൊന്ന് നല്ല തെല്ല് കാഞ്ഞിട്ട് വന്നല്ലേ. തെല്ല് കാഞ്ഞാൽ പിന്നെ ഒരു നീരുള്ളി ഒരു മീഡിയം സൈസിൽ ഒരു നീരുള്ളി ഇട്ട് കൊടുത്തിട്ട് നീരുള്ളി നല്ല ഫ്രൈ ആവണം. നീരുള്ളി നല്ല ഫ്രൈ ആയിട്ട് വരട്ട് അവിടുത്തെ ഞങ്ങൾ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. പിന്നെ അതേപോലെ കമൻറ്റിലെല്ലാം ഇങ്ങനെ ഓരോരുത്തർ ഓരോ റെസിപ്പിയെല്ലാം കേട്ടതുണ്ടോ. ഇൻഷാല്ല ഞാൻ നിങ്ങൾ കേട്ട റെസിപ്പീസ് എല്ലാം ഇൻഷാല്ല അപ്ലോഡ് ആക്കുന്നത്. എനിക്കത് നിങ്ങൾ കേട്ടപ്പം ಬೇಗ ചിലതെല്ലാം എനിക്ക് ಬೇಗമേ അപ്ലോഡ് ആക്കുകയാവില്ല. ನಾನು ಅದು ಈಗ ಮುನ್ನಲ್ತೊರು ವೀಡಿಯೋಲಿ ನಾನು ಚೊಂದರೆ ಇನ್ಶಾಲ್ಲ ನಿಂಗೆ ಅದೆಲ್ಲ ನೆನಪುಂಡು ಬೇಗಮೇ ನಾನು ಅದು നിങ്ങൾ കേട്ട റെസിപ്പീസ് എല്ലാം ഇട്ടേ ഞാൻ. അപ്പോൾ നീരുള്ളി നല്ല കാഞ്ഞിട്ട് കാഞ്ഞ് വന്നാൽ പിന്നെ ഒരു ടൊമാറ്റോ, ഒരു മീഡിയം സൈസ് ഒരു ടൊമാറ്റോ, അത് നല്ല പഴുത്ത ടൊമാറ്റോ ഉണ്ടെങ്കിൽ അത് ഇടൂರು. അത് ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് തെല്ലിനേരം മൂടി വെക്കರೆങ്കിൽ ಬೇಗ ಸಾಫ್ಟ್ ആയിട്ട് കിട്ടും. അപ്പോൾ ടൊമാറ്റോ നല്ല ഒന്ന് സോഫ്റ്റ് ആയിട്ട് പറ്റ് അതായത് ഇതുപോലെ നല്ല തെല്ലിനേരം മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സോഫ്റ്റ് ആയിട്ട് വന്നേ മയോ ഇത്ര. ഇനിയിപ്പോൾ ഞങ്ങൾ ഇതിക്ക് തെല്ല് മസാല പൊടിയെല്ലാം ഇട്ട് കൊടുക്കണം. ചുമ മസാല പൗഡർ അത് വേണ്ട. തെല്ലത് ഒരു അര ടീസ്പൂൺ അത്ര മഞ്ഞളുടെ പൊടി അതല്ലേ കൊത്തമ്പരി പൊടി അതെല്ലാം ഇടണം. ഒരു അര ടീസ്പൂൺ മഞ്ഞളുടെ പൊടി ഇട്ട് കൊടുത്തേ. പിന്നെ ഒരു 1-1.5 ടീസ്പൂൺ അത്ര കൊത്തമ്പരി പൊടി. അത് ചെറിയ സ്പൂണിലോ വലിയ സ്പൂണിലല്ല തിറമയാവും. അതിൽ പിന്നെ ഒരു ടീസ്പൂൺ 1-1.25 അത്ര കാശ്മീരി മുളക് പൊടി. കാരം നോക്കറോ നിങ്ങൾ നോക്കി ഞങ്ങൾ പച്ചമുളക് ഇട്ട ചുമ മുളക് പൊടി വേണ്ട, പച്ചമുളക് ഇട്ടെങ്കിൽ അപ്പം നല്ല ടേസ്റ്റ് ആവും. അപ്പം നോക്കരുത് ഇത്ര മുളക് തെല്ലോ 1-1.25 ടീസ്പൂൺ അത്ര മുളക് പൊടി ഇട്ട് കൊടുത്തേ. ഈ മസാല പൊടി ഇട്ടാൽ പിന്നെ ഇനിയിപ്പോൾ വേറെ പൗഡർ എന്ത് വേണ്ട. മസാല പൗഡർ ഇട്ടാൽ പിന്നെ തെല്ലിനേരം അതിൽ പച്ചമണ്ണെല്ലാം പോകണ്ടല്ലോ. അപ്പോൾ അത്ര തുല തെല്ലിനേരം നല്ല ഇതുപോലെ നല്ല തെല്ലിനേരം ഇങ്ങനെ അടിമേലാക്കിയിട്ട് വേണോ മിക്സ് ആക്കറോ. ಅದರ ಪಚ್ಚ ಮಣ್ಣೆಲ್ಲ പോയിൽ പിന്നെ ഞങ്ങൾ ഇത് ഇട്ട് കൊടുത്തെങ്കിൽ ഇത്. അപ്പോൾ ഇതാ നിങ്ങൾ കണ്ടില്ലേ ഒരു ചെറിയൊരു ബൗളിൽ ഒരു ബൗളിൻ്റെ എത്ര ഉണ്ട്, ഇത്ര കറക്റ്റായിട്ട് ഞാൻ എത്ര ഗ്രാം തൂക്കിയിട്ട് നോക്കിയിട്ടില്ല. അപ്പോൾ ഇത്ര ഉണ്ട്. അപ്പോൾ ഇദ്രകാട്ടി ಯಾರು ಉಣ್ಕಂಡಿಗೆ ಈ ಮಸಾಲೆ ಎಲ್ಲ ನಿಂಗೆ ಯಾರು ಹಾಕಿಂಗೈತೆ. അപ്പോൾ ഇത് തെല്ലിനേരം ഇട്ടിട്ട് ഒന്ന് അടിമേലാക്കിയിട്ട് ഇതിക്ക് ഇനി ഞങ്ങൾ പുളിയുടെ തണ്ണി പെറ്റി കൊടുക്കണം. പുളിയുടെ തണ്ണി തെല്ലിനേരം പുളി നനച്ചിട്ടെങ്കിട്ട് അപ്പോൾ അത് കലക്കിയിട്ട് തണ്ണി എടുത്തതാ. ഞാനൊരു ചെറിയൊരു ലിമ്പെടുത്ത വലിയ പുളി തണ്ണിയിൽ നനച്ചിട്ട് അത് കലക്കിയിട്ട് തണ്ണി എടുത്തേ. അപ്പോൾ പുളിയെല്ലാം കൊറുടി ആക്കുത്തിരണം. ഇങ്ങനെ എട്ടിയുടെ കറി മീൻ്റെ കറിക്കെല്ലാം പുളി വേണോ. പുളിയെല്ലാം കൊറുടെയെങ്കിൽ കറിക്ക് അത്ര ഇതിക്കില്ല, സ്വാദാവില്ല, കറി ടേസ്റ്റ് ഇക്കില്ല. പുളി ഉപ്പെല്ലാം ഒരേപോലെ എങ്കിൽ നല്ല അവിടെ ചെന്നെങ്കിൽ ഞങ്ങളെപ്പറെല്ലാം പുളി നോർമലായിട്ട് പുളിയെല്ലാം കൊറുടി എല്ലാ കറിക്കും പുളിയെല്ലാം കൊറടിക്കണം. അപ്പോൾ അതുകൊണ്ടിട്ട് അതുകൊണ്ട് എടുത്തിരിച്ചുണ്ട്. അപ്പോൾ പുളിയെല്ലാം എപ്പം തെല്ലുപേനും ഇങ്ങനത്തെ കറിയെല്ലാക്കും മീൻ്റെ കറി ഇട്ടിട്ട് ഇങ്ങനത്തെ കറിയെല്ലാക്കുമ്പോൾ ചുമ ഓവറായിട്ടല്ല നിങ്ങൾ നോക്കൂ. പുളി ഉപ്പ് അതെല്ലാം ഒരേപോലെ വേണം, കാറല്ല. അപ്പോൾ അത് ഓപ്പോസിറ്റിൽ തണ്ണിയും ബിത്തി കൊടുത്തേ. തണ്ണി ബിത്തിട്ട് ചുമല്ല ഞങ്ങൾ തേങ്ങ ബിത്തൊക്കൊണ്ടല്ലേ. അപ്പോൾ തെല്ല് തണ്ണി ബിത്തറോ നോക്കിയിട്ട് അതിൽ പിന്നെ ഉപ്പ് ഇട്ടിട്ട് ഞങ്ങൾ ഇതൊന്ന് മൂടി വെച്ചിട്ട് എട്ടി നല്ല ഒന്ന് വേപ്പട്ടി എടുക്കുക. അത് എട്ടി വേവിടെ അതിൽ എടുക്കുക. ഞങ്ങൾ ഇതിക്ക് വേണേ തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതുകൂടെ വേവിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഇതിക്ക് വേണേ തേങ്ങ അരച്ചെടുക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ എടുக்கிறതാ. ഇത്ര തേങ്ങ എടുത്തേ. ഇപ്പം നോക്കൂ നിങ്ങൾക്ക് എത്ര വേണു കറിക്ക് വേണം എത്ര തേങ്ങ എടുക്കറോ. അപ്പോൾ ഒരു കപ്പ് തേങ്ങ പിന്നെ അതുപോലെ ഒരു ടീസ്പൂണും ബഡ്സൊപ്പ് പച്ച ബഡ്സൊപ്പ് ചെറിയ സ്പൂണിൽ ഒരു സ്പൂൺ ഇട്ടെങ്കിൽ ചുമ വേണ്ട നിങ്ങൾക്ക് കണ്ടല്ലേ തെല്ല് അത് ബഡ്സൊപ്പ് ഇട്ടിട്ട് വേറെ എന്ത് വേണ്ട. ഇനി തണ്ണി വീത്തിട്ട് നല്ല ഒന്ന് അരച്ചെടുക്കും, നല്ല നൈസായിട്ട് അരച്ചെടുക്കും. എത്ര ഞങ്ങൾക്ക് മിക്സിയിലെല്ലാം എത്ര നൈസായിട്ട് അരക്കുക അവിടെ അതുപോലെ ചുമ ഞങ്ങൾ ഇപ്പം ഇങ്ങനെ മഷി പോലെയെല്ലാം വേണുണ്ട് അങ്ങനെ എന്തുമില്ല. മിക്സിയിലെല്ലാം എത്ര സണ്ണ അരക്കുക അവിടെ അതുപോലെ അത്ര അരച്ചെങ്കത്ത് ഇതുപോലെ അരച്ചെടുത്തതാ നിങ്ങൾ കണ്ടല്ലേ. ഇതുപോലെ അരച്ചെടുത്തേ. ഇനിയിപ്പോൾ കറി നോക്കണമെങ്കിൽ കറി ഇതിലിടയ്ക്ക് ഒന്ന് ചെണ്ടുപട്ട ഇങ്ങനെ സ്പൂൺ ഇട്ടിട്ട് മിക്സ് ആക്കി ഇട്ടിരുന്നേ. അപ്പോൾ ഇത് എട്ടി ബെന്തറ്. ഇനിയിപ്പോൾ ഞങ്ങൾ തേങ്ങ വിറ്റിങ് എത്തിയത് അരച്ച തേങ്ങ വിറ്റിട്ട് ആ മിക്സി ജാർ കലക്കിയിട്ട് തെൽ തണ്ണി വിറ്റിങ് എത്തും. അപ്പോൾ തണ്ണി വിറ്റിട്ട് ചുമ ലൂസ് ആക്കുന്നത് വേണ്ട കറി. ഞങ്ങൾ ഇപ്പോൾ പൊടിച്ചോറ് കഴിങ്ങും അല്ലെങ്കിൽ നാസ്തത്ത് ആക്കറെങ്കും ചുമ തെലുപ്പ് വേണ്ട, തെല് ഗട്ടിലേ നല്ല അവിടെ കറി. അപ്പോൾ ഇതുപോലെ ഈ ഒരു അന്തജിൽ മയോ ഇനിയിപ്പോൾ ഇങ്ങനെ ആക്കിയെങ്കിൽ ഞങ്ങൾ ഇന്നും കുറേ നേരം കലിയുമ്പോഴത്തേക്ക് ഞങ്ങൾ പിന്നും നല്ല ഗട്ടിയാവും ഇത് കറി. അപ്പോൾ തെല്ല് തണ്ണി വിറ്റി കൊടുത്തത്. അപ്പോൾ ഇത് ഈ ഒരു അന്തജിൽ വെക്കറെങ്കിൽ ഞങ്ങൾ
ആക്കിയിട്ട് കറിയെല്ലാം ആയാൽ പിന്നെ നിങ്ങൾക്ക് കുറേ നേരം ബീക്കിടല്ലോ അതിൽ പിന്നെ നല്ല തീനും നല്ല ഗട്ടിയായിട്ട് ഉണ്ട്. അപ്പോൾ തേങ്ങ ബീത്തിൽ പിന്നെ നല്ല പായപ്പാട്ടുണ്ട്. ഉപ്പെല്ലാം കറക്റ്റാക്കി കൊടുക്കും, ഉപ്പ് പുളിയെല്ലാം. അപ്പോൾ നല്ല ഇതുപോലെ പായക്കണം. പയച്ചാൽ പിന്നെ ലാസ്റ്റായിട്ട് ഇതിൽ കൊത്തമ്പരി ചുപ്പ് ഇട്ടെങ്കിൽ ഞങ്ങൾ കറി ഇവിടെ റെഡി ആയിട്ടത് ഇത്രയുമേ. അപ്പോൾ നല്ല പായക്കണം തേങ്ങ കുട്ടിയിൽ പിന്നെ. അപ്പോൾ ഇതിക്ക് ഞാൻ കൊത്തമ്പരി ചുപ്പ് ഇട്ടിറണെങ്കിൽ ഇട്ടിട്ട് അതൊന്നും ആ ഭാഗം കട്ടായിത്തിനൊക്കെ ഓഫ് ആയിട്ട് ക്യാമറ. അപ്പോൾ കൊത്തമ്പരി ചുപ്പ് ഇടുമോ അപ്പോൾ നല്ല ടേസ്റ്റ് ആവും. അപ്പോൾ നിങ്ങൾ കറി ഇതാ ഇണ്ടത്തെ കറി ഇവിടെ റെഡി ആയിട്ട്. അപ്പോൾ കറി ആക്കിയിട്ട് കുറേ നേരം കഴിഞ്ഞാൽ പിന്നെ കട്ടത് അപ്പോൾ നിങ്ങൾക്ക് കണ്ടില്ലേ നല്ല തിക്കായിട്ട് വന്നത്, നല്ല ഗട്ടിയായിട്ട് വന്നത്. അപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആവുണ്ടെങ്കിൽ ഇത് പൊടിച്ചോറുകെല്ലാം നല്ല ടേസ്റ്റ് ആവും. നല്ല ചൂടുള്ള ചോറൊട്ടിക്ക് കൂട്ടി തിന്നോക്കും നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട്. പിന്നെ നാസ്തത്ത് കായങ്ങും 10 കായങ്ങും പിന്നെ പൂ പോലെ ഞാനിപ്പോൾ എന്ത് നാസ്തത്ത് കാക്കിയത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറി ആയിട്ട്. പിന്നെ സുലാഭത്തിൽ നിങ്ങൾ വേഗം ആക്കി എടുക്കുക, ചുമ സ്വറമേ ഇല്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ആക്കി നോക്കൂ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കൂ, കമൻറ്റ് ആക്കൂ. അതുപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സുകളെ വീഡിയോ ഒന്ന് ഷെയർ ആക്കിയിട്ട് കൊടുക്കൂ. ആരെങ്കിലും ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ആക്കും മറക്കണ്ട. ഇൻഷാ അല്ലാഹ് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.